ഗെയ്സ്, അപ്പോൾ കുറച്ച് മുമ്പൊക്കെ ഈ ഒരു ചാനലിനെ കുറച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, ഇപ്പോൾ ഈ ചാനൽ റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട, ഈ ചാനലല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഇന്നല്ല, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഷെഫീന ബീവിൻ്റെ വീഡിയോ ഇങ്ങനെ റീൽസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നത്. അപ്പം നമുക്ക് അതിനൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഷെഫീന ബീവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെ ഒരു മുസ്ലിമായ സ്ത്രീയാണ്, അപ്പോൾ മുസ്ലിംസിന് തട്ടം ഇടണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ നിങ്ങൾ തട്ടണുണ്ടോ? അത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ തട്ടിടണോ തട്ടിടാതെക്കണോ പൊട്ടു തൊടണോ എന്നൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അതുപോലെ ഉണ്ട് മഞ്ജുപിള്ളേൻ്റെ മോൾക്കുണ്ട്. അവർ വസ്ത്രധാരണത്തിൽ അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ അവരെന്ത് ഡ്രസ്സ് ചെയ്യണം, അവരെന്ത് ചെയ്യേണ്ട എന്ന് അവരെ താല്പര്യമാണ്. പിന്നെ നമുക്ക് അവരെ വിമർശിക്കാം. ഇത് വിമർശനം എന്നല്ല, ഇതൊരു തരം എന്താ പറയാ, ഒരു തരം ഒരു മനുഷ്യന്മാർക്ക് പോലും എന്താ പറയാ അത്രയും എന്താണ് നിങ്ങളൊക്കെ വിചാരിച്ചപ്പോൾ മറ്റുള്ള അങ്ങോട്ട് നിങ്ങൾ വലിയൊരു റിയാക്ഷൻ വ്ളോഗറാണ്, എനിക്ക് എന്തും പറയാമെന്നൊരു തോന്നലുണ്ട് നിങ്ങൾക്ക്. എന്തും പറയാം, ഞാൻ എന്തും വിളിച്ച് പറയുന്നൊരു തോന്നലാണ് നിങ്ങൾക്ക്. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടാകുമ്പോൾ ഒരാളെ പറഞ്ഞൊരു പരിധി ഉണ്ട്, ആ പരിധി വിട്ട് പറയാനില്ല ഒരു അധികാരം ഒരാൾക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഷാളെന്നുള്ളല്ലോ, നിങ്ങൾ ഷെഫീന ബീബി മുസ്ലിം പേരും വെച്ചിട്ട് നിങ്ങൾ ഷാളിനുണ്ടോ? നിങ്ങൾ ഷാളും തട്ടം ഹിജാബ് ഇട്ടൊന്നല്ല നടക്കണ, ജസ്റ്റ് ഹിജാബ് ഒന്നും വേണം, ജസ്റ്റ് ഷാൾ ഇട്ട് അങ്ങനെ നടക്കണമല്ലോ, ഷാൾ ഇട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളെ ഇഷ്ടമാണ് ഷാൾ ഇടണോ ഷാൾ ഇടണ്ടേ എങ്ങനെ നടക്കുന്നത് നിങ്ങളെ ഇഷ്ടമാണ്. അതുപോലെ മഞ്ജു പിള്ളേൻ്റെ മോളുണ്ട്, അവളുടെ പേരൊന്നും എനിക്കറിയില്ല, അവർക്കുണ്ട് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ. അപ്പോൾ അവരെ ഇഷ്ടത്തിനാണ് ഫോട്ടോഷൂട്ട് ചെയ്യണേ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം, അത് ഭയങ്കര ബോറായിരുന്നു, വൾഗറായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് പറയാം. അല്ലാതെ ഇതേമാതിരിക്ക് എന്തൊക്കെ നിങ്ങൾ പറയണമ്പോൾ ആൾക്കാർ പിടിക്കാനാണ്, ആൾക്കാർ തോണ്ടാനാണ്, ആൾക്കാർ വരുതാനാണ്, ബസ് കയറി കൊടുക്ക് എന്നൊക്കെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കണം? നിങ്ങൾക്കൊരു വലിയൊരു 4 ആൾക്കാർ അറിയേണ്ടി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തും പറയാമെന്നല്ലോ തോന്നുന്നുണ്ടാകുമ്പോൾ അത് ഇവിടെ വേണ്ട കേട്ടോ, ഇവിടെ വേണ്ടത്. ഓക്കെ, അത്രേ പറയാനുള്ളൂ.